പൊടിച്ച് വെച്ചതുണ്ട്, പിന്നെ തേങ്ങയുണ്ട്, പിന്നെ പഴവുമുണ്ട്, കഷ്ണാക്കിയ പഴവുമുണ്ട്. നെയ്യ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പഴം ചെറുതായി ഒന്ന് അടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഇനി നമുക്ക് ബ്രെഡിന്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ലേശം അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി കുഴച്ചെടുക്കാം. എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഷേപ്പിൽ കിട്ടും. ഇനി ഇത് കോൺഫ്ലവറിൽ മുക്കിയിട്ട് മുട്ടപ്പൊടിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഓരോന്നായി നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ ബനാന കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും പഴമൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.